അങ്ങനെ 8-9 വർഷത്തിന് ശേഷം ദിലീപ് നിരപരാധിയായി. ഞാൻ പണ്ടേ തൊട്ട് ഞാൻ പറയാറുള്ളതാണ് ദിലീപ് നിരപരാധിയാണെന്നുള്ളത്. പലരോടും ഓൺലൈനായിട്ടാണെങ്കിലും നേരിട്ട് എനിക്കറിയാവുന്ന വ്യക്തികളോട് ഞാൻ പണ്ടേ തൊട്ട് പറയാറുള്ള കാര്യമാണ് ദിലീപ് ഇതിൽ 100% നിരപരാധിയാണെന്നുള്ളത്. ഇത് ഞാൻ ഈ പറയുന്നത് ദിലീപ് ആരാധകനായിട്ടൊന്നല്ല. ഒരു ബേസിക് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക്, അത്യാവശ്യം ഒരു 5ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വിദ്യാഭ്യാസം വേണമെന്നില്ല, ഒരു ബേസിക് ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ദിലീപ് ഇതിൽ നിരപരാധിയാണെന്നുള്ള കാര്യം. അപ്പോൾ ദിലീപിനെ നിങ്ങൾ ഇപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഞാൻ കഴിഞ്ഞ 8-9 വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ക്വസ്റ്റ്യനാണ്. ഒരാൾക്കും പറയാൻ സാധിച്ചിട്ടില്ല. ഒരു എവിഡൻസ് നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യും, എന്നിട്ട് സംസാരിക്കുക. ദിലീപിനെ തെറി വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഒരു സിംഗിൾ എവിഡൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ പറയും ദിലീപ് കുറ്റക്കാരനാണെന്ന്. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ആൾക്കും ഒരു എവിഡൻസും പറയാൻ സാധിക്കില്ല. ആകെ പറയുന്നത് പൾസർ സുനി ഈ കത്തെഴുതിയെന്ന്. അതായത് ഒരു ക്രിമിനലായിട്ടുള്ള പൾസർ സുനി പറയുന്നതാണ് ഇവർക്ക് വേദവാക്യം. അതായത് പോലീസുകാരൻ കൊടുത്ത പാന് യൂസ് ചെയ്തിട്ട് പോലീസുകാരൻ കൊടുത്ത കടലാസിൽ, അതായത് നല്ല അച്ചടി ഭാഷയിൽ എൻ്റെ ദിലീപേട്ട, എൻ്റെ പ്രിയപ്പെട്ട ദിലീപേട്ട എനിക്ക് പൈസ തരൂ എന്നുള്ളത് നല്ല അച്ചടി ലാംഗ്വേജിൽ 50 വർഷം മുമ്പത്തെ അച്ചടി ലാംഗ്വേജ് ഉണ്ട് മലയാളത്തിലൊക്കെ, കത്തെഴുതുന്ന പോലത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ലാംഗ്വേജിൽ പോലീസുകാർ കൊടുത്ത പാന് ഉപയോഗിച്ചിട്ട് പോലീസുകാർ കൊടുത്ത പേപ്പറിൽ അത് പോലീസുകാരൻ്റെ കയ്യിൽ കൊടുത്ത് ദിലീപിനെ ഏൽപ്പിച്ചു കത്തയക്കാൻ പറഞ്ഞിട്ട്. ഒരു ക്രിമിനൽ അങ്ങനെ ദിലീപാണ് കൊടുത്ത കൊട്ടേഷൻ എങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? ഈ പറഞ്ഞു പിന്നെ ദിലീപിനെ ഈ ജഡ്ജിനെയും പോലീസിനെയും ഗവൺമെൻറ്റിനെയും ഒക്കെ സ്വാധീനിച്ചു എന്ന് പറയുന്ന ദിലീപിന് ഈ 1.5 കോടി ഈ പൾസർ സുനിക്ക് കൊടുക്കാൻ വിസമ്മതിച്ച കാരണമാണ് ഈ പൾസർ സുനി കത്തെഴുതിയതെന്ന്. അതേസമയം ഈ ജഡ്ജി പോലീസിനൊക്കെ 50 കോടി 100 കോടിയൊക്കെ ദിലീപ് കൊടുത്തു എന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ ഉള്ള ദിലീപിന് ഈ 1.5 കോടി പൾസർ സുനിക്ക് കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. എന്തെങ്കിലും അതാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസന്തങ്ങളുണ്ടല്ലോ, അതായത് അമ്മാവൻ അമ്മായിമാർ, അതായത് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ 40 വയസ്സിന് താഴോട്ടുള്ള ആൾക്കാരൊന്നും ദിലീപിനെ കുറ്റം പറയുന്നതിൽ കുറവാണ്. 40 ആൻഡ് എബോവ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ദിലീപിനൊക്കെ തെറി പറഞ്ഞ് നടക്കുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസം, ഈ ചില ആൾക്കാർക്ക് 40 വയസ്സിന് മുകളിലാണെങ്കിലും അവരുടെ ബയോളജിക്കൽ ഏജ് 40-ന് മുകളിലാണെങ്കിലും അവരെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് ബിലോ 40 ആയിരിക്കും. അവർ നിഷ്പക്ഷമായിട്ടായിരിക്കും വിലയിരുത്തുക. അതുപോലെ ചില ആൾക്കാർ 40 വയസ്സിൽ താഴെയാണെങ്കിലും അവരെ സൈക്കോളജിക്കൽ മെൻ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ 40-ന് മുകളിലായിരിക്കും. അവരാണ് ഈ ദിലീപിനെ തെറി പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ വസന്തങ്ങളായിട്ടുള്ള അമ്മാവന്മാരും അമ്മായിമാരും ദിലീപിനെ തെറി പറയുന്നത് വെച്ചാൽ അവർ ബുദ്ധി യൂസ് ചെയ്യില്ല. പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇപ്പം നമ്മളൊരു ഈ അമ്മാവന്മാരോടൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വികാരം കൊണ്ട് പ്രതികരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നിർത്തിയിട്ട ബെൻസ് കാറിൽ അല്ലെങ്കിൽ BMW കാറിൽ ഒരു ഓട്ടോ ഡ്രൈവർ ഇങ്ങോട്ട് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവർ ഈ BMW കാരന് കുറ്റം പറയുന്നത്. അവർ ന്യൂട്രൽ, അവർ എന്താ പറയുക, തലച്ചോറ് യൂസ് ചെയ്യില്ല. അവരൊരു വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ അവരെ ബ്രെയിനൊന്നും യൂസ് ചെയ്യാത്തൊരു സാഹചര്യമാണ്. അതായത് 2 പേര് തമ്മിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരാണ് അതിൽ ശക്തിമാൻ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ശക്തി കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആൾ, അയാളെ കുറ്റപ്പെടുത്തുക. അതാണ്. ആരാണ് ദുർബലൻ അവരെ കൂടെ നിൽക്കുക. അല്ലാണ്ട് അതിൽ ആരാണ് ശരി ആരാണ് തെറ്റെന്നല്ല അവർ നോക്കണം. ആരാണ് ദുർബലൻ അവരെ കൂടെ നിൽക്കുക, ആരാണ് ശക്തിമാൻ അവരെ എന്തോ സമൂഹത്തിൻ്റെ ഒരു ദുഷ്ടനാണെന്നുള്ള രീതിയിലാണ് അവരെ നോക്കിക്കാണുന്നത്. ഇതേ സെയിം തന്നെയാണ്. ദിലീപ് ശക്തനായതുകൊണ്ടും ഒരു തെളിവില്ലാണ്ട് അവർ ഇത് യൂസ് ചെയ്യുക. പക്ഷെ പുതിയ തലമുറയോട് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുതിയ തലമുറയോട് ഈ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്രെയിൻ യൂസ് ചെയ്യും. അവർ ക്വസ്റ്റ്യൻ ചോദിക്കും, ദിലീപിനെ വെറുതെ വിട്ടു, ദിലീപ് കുറ്റക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചിങ്ങോട്ട് പറയും ദിലീപ് കുറ്റക്കാരനാണ്, എന്ത് എവിഡൻസാണ് ദിലീപിനെതിരുള്ളത്. അവർ ബ്രെയിൻ യൂസ് ചെയ്യും. പക്ഷെ പഴയ തലമുറ എബോവ് 40 ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യില്ല. അവരിങ്ങനെ മീഡിയ പറയുന്നതും അല്ലെങ്കിൽ ആരാണ് ശക്തൻ എന്നുള്ളത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബുദ്ധി യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങളെ ചിലപ്പോൾ സൈക്കോളജിക്കൽ ഏജ് എബോവ് 40 ആണെങ്കിലായിരിക്കും നിങ്ങളിങ്ങനെ കോമൺ സെൻസ് യൂസ് ചെയ്യാതെ ഫാക്റ്റ് നോക്കാതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം, ദിലീപ് കുറ്റവാളിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു മണത്തിനെങ്കിലും ഒരു എവിഡൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും, എന്നിട്ട് തെറി വിളിക്കുക.